കേരളത്തിൽ ഒരു പ്രത്യേക ക്രമമുണ്ട്. ഒരു നല്ല വിദ്യാഭ്യാസം നേടുക, അതിനുശേഷം നല്ലൊരു ജോലി നേടുക, അതിനുശേഷം ഒരു വിവാഹം കഴിക്കുക. അപ്പോൾ ഇതൊരു ക്രമമാണ്. ഒന്ന് തീരുന്നതനുസരിച്ച് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ ക്രമം എല്ലാവരും പാലിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ചിലർക്ക് അവരുടെ കരിയർ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലർ വിവാഹം വേണ്ട എന്ന് വെക്കുന്നതിന്റെ കാരണം അവരുടെ സ്വന്തം കുടുംബജീവിതത്തിൽ അവർ അനുഭവിച്ച ദുരവസ്ഥ കൊണ്ട് അപ്രകാരം ഒരു ദുരനുഭവത്തിലേക്ക് പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ചില ആളുകൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അവർ ബഹുമാനിക്കുന്നു. ആരോടും ഉത്തരവാദിത്വവും കടപ്പാടും ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് അവർ കണക്കാക്കുന്നു. ചിലർക്ക് കുടുംബജീവിതവും അതിന്റെ പ്രാരാബ്ദങ്ങളും വലിയ ഭാരമായിട്ട് അനുഭവപ്പെടുന്നു. മക്കൾക്ക് ജന്മം നൽകുക, അവരെ വളർത്തുക എന്നുള്ളതൊക്കെ വലിയ ഉത്തരവാദിത്വമായിട്ടും അതിന് തനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ അപ്രകാരം ഒരു ചോയ്സ് നടത്താനായിട്ട് താല്പര്യമില്ല എന്ന് ഒരു വ്യക്തി തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്രകാരം ഒരു സിംഗിൾ ലൈഫിലേക്ക് പല ചെറുപ്പക്കാരും ഇന്ന് നടന്നു നീങ്ങുന്നത്. ഇതൊരു നല്ല ലക്ഷണമാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല.